പോരാ, എവിടെയോ പിഴച്ചിട്ടുണ്ട്. പിഴച്ചവർക്ക് എവിടെയോ പിഴച്ചിട്ടുണ്ട്. തലച്ചോറുണ്ട്, കണ്ണുണ്ട്, കാതുണ്ട്, വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ദീനിന്റെ കിതാബുകളുണ്ട്, കാസറ്റുകളുണ്ട്, പ്രസംഗങ്ങളുണ്ട്, പള്ളികളുണ്ട്, മദ്രസകളുണ്ട്, പോയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പിന്നെ എന്താ സംഭവിച്ചത്? സ്കൂളിലും കോളേജിലും സർവകലാശാലയിലും അതിനുശേഷമുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതെല്ലാം ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. എന്നാൽ ദീനിൻ്റെത് മാത്രം ഉള്ളിൽ ശരിക്ക് കയറിയില്ലേ എന്നൊരു സംശയം. ദീനിൻ്റെത് ഉള്ളിൽ ശരിക്ക് കയറിയില്ലേ എന്ന സംശയം, അതാണ് ഈ ബുദ്ധിമോശത്തിന് കാരണം. അതോടുകൂടി നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാകാതായി. നമ്മളെ പടച്ചത് മക്കളെ നോക്കാനാണെന്നും പോറ്റാനാണെന്നും ഭാര്യയെ സംരക്ഷിക്കാനാണെന്നും ഭർത്താവിനെ പരിപാലിക്കാനാണെന്നും മാതാപിതാക്കളെ സംരക്ഷിക്കാനാണെന്നും കച്ചവടം ചെയ്യാനാണെന്നും കൃഷി ചെയ്യാനാണെന്നും ഒക്കെ ധരിച്ചു. യഥാർത്ഥത്തിൽ ലക്ഷ്യം ഇബാദത്താണ്. ആ ഇബാദത്തിന്റെ ഭാഗമാണ് നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നത്. ആ ഇബാദത്തിന്റെ ഭാഗമാണ് മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത്, ഭാര്യയെ പരിപാലിക്കുന്നത്, സ്നേഹിക്കുന്നത്, ഭർത്താവിനെ ബഹുമാനിക്കുന്നത്, അനുസരിക്കുന്നത്. എന്നാൽ ഇതാണ് ലക്ഷ്യമെന്ന് ധരിച്ചിട്ട് ആ ലക്ഷ്യത്തെ മറന്നുപോയി എന്നതാണ് സംഭവിച്ചത്. ശരി, നമുക്കൊന്ന് മാറാം, സമ്പൂർണമായിട്ട് മാറാം. എന്നിട്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് നമുക്ക് കടന്നു വരാം. എന്താണ് വേണ്ടത്? നമ്മൾ ബുദ്ധിയുള്ളവരാകണം. അപ്പോൾ മരണത്തെപ്പറ്റി കൂടുതൽ ഓർക്കേണ്ട ആവശ്യം എന്ത്? എന്താവശ്യം? മരിക്കുമ്പോൾ മരിക്കും, നമുക്കതിൽ ഈമാനുണ്ട്, യഖീനുണ്ട്, ഇല്ലേ? മരിക്കുമ്പോൾ മരിക്കും, അതിനെപ്പറ്റി ബേജാറായി ഇങ്ങനെ ഉത്തിരിക്കുകയാണോ എന്ന് ചിന്തിക്കുന്നു. ഒരു പ്രശ്നമല്ല, ഒരു പ്രശ്നമില്ല, മരിക്കണം എന്ന് നമ്മൾ പറയും. ഓ, എന്നാ പിന്നെ റസൂലുള്ള പറഞ്ഞ ലേശം പെശകായോ? നമ്മൾ വല്ലാത്ത ധീരന്മാരാണ് സംസാരത്തിൽ. മരിക്കേ, എന്താ പ്രശ്നം? മരിക്കണം എന്ന്. പക്ഷേ ആ മരിക്കണ രംഗം വന്നു നോക്കണം. വയസ്സായിട്ട് നീ മരിച്ചിട്ടിയാ മതി പറയും. എന്നാ ഒന്നും മരിക്കല്ലേ? അല്ല, ആയിട്ടില്ല, പേരക്കുട്ടിന്റെ കല്യാണം കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞു, എന്നാ ഇനി മരിക്കല്ലേ? ഇല്ല, അവള് ഗർഭിണിയാണെന്ന്, പ്രസവിച്ചിട്ട് ആ കുഞ്ഞിക്കാലെന്ന് കണ്ടോട്ടെ. അങ്ങനെ ദാഹമോഹങ്ങളുടെ കുതിരപ്പുറത്ത് കയറി ആകാശത്തേക്ക് ചിറകും പിരിച്ച് പറക്കാനാണ് മനുഷ്യൻ മോഹിക്കുന്നത് പലരും. ശരി, അതൊന്നുമല്ല. ഏതായാലും മരണത്തെപ്പറ്റി നമ്മളെ മനസ്സ് കിടുങ്ങുന്നില്ല. ഉണ്ടോ? ഖബറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വിറയിൽ വരുന്നുണ്ടോ? എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശരിയാണെന്നൊരു തോന്നൽ, മരണത്തെപ്പറ്റി നന്നായിട്ട് ഓർക്കണം എന്ന് നമ്മുടെ മനസ്സിലൊരു തീരുമാനം വരുന്നുണ്ടോ? മരണത്തെപ്പറ്റി ഏറ്റവും നന്നായി ഓർക്കണം എന്ന്, ഏറ്റവും കൂടുതലായി ഓർക്കണം എന്നൊരു തീരുമാനം മനസ്സിൽ വരുന്നുണ്ട്. അത് റസൂലുള്ള പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ചിന്തിക്കുക, അതിന് ഉത്തരം കണ്ടെത്തുക. ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ പ്രശ്നമുണ്ടല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഏറ്റവും കൂടുതലായി മരണത്തെപ്പറ്റി ഓർക്കണം, അതാണ് ബുദ്ധിയുള്ള ലക്ഷണമെന്ന് പറഞ്ഞു. നമുക്ക് ബുദ്ധി കുറവാന്ന് നമ്മൾ സമ്മതിക്കുമോ? ഇല്ല. ഏതൊരു കാര്യം നമുക്ക് കേട്ടാൽ അപ്പം മനസ്സിലാകുന്നുണ്ടല്ലോ, കണ്ടാൽ മനസ്സിലാകുന്നുണ്ടല്ലോ. ഏതൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ഏതാണ് മനസ്സിലാകുന്നുണ്ടല്ലോ. മുദീർമാരും നേതാക്കന്മാരും സൂപ്രണ്ടുമാരും മുതലാളിമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പറയുന്നത് നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. പിന്നെ എവിടെ ഇപ്പൊ ഈ ബുദ്ധിമോശം വന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരു കാര്യം കൂടുതലായി ഓർക്കുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി നന്നായി പണിയെടുക്കുക എന്നുള്ളതാണല്ലോ. ഒരു കാര്യം തന്നെ മനസ്സിൽ കറങ്ങിക്കൊണ്ടേയിരുന്നാൽ, ഒരു കാര്യം തന്നെ തലച്ചോറിൽ പുകഞ്ഞുകൊണ്ടേയിരുന്നാൽ അതിനെപ്പറ്റി അതിന്റെ നാനാ വഴികൾ ആലോചിച്ച് ആ കാര്യം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ നമ്മൾ ഈ ക്ഷണികമായ ദുനിയാവിന്റെ കാര്യങ്ങളെപ്പറ്റി ചിലപ്പോൾ മണിക്കൂറുകളോളം, ദിവസങ്ങളോളം ചിന്തിക്കും. ആളുകളോടൊക്കെ ചർച്ച ചെയ്യും. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്താ ചെയ്യേണ്ടത്? ഒരു ലൈസൻസ് കിട്ടണം, ഒരു കട തുടങ്ങണം, ഒരു പുതിയ ഫാക്ടറി ഉണ്ടാക്കണം, അല്ലെങ്കിൽ പുതിയൊരു സംവിധാനം ചെയ്യണം. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണ്. വീടുണ്ടാക്കിയിട്ടില്ലാത്ത നമ്മളെ സാധുക്കളായ നമ്മളിങ്ങനെ ഏത് വഴിക്ക് പോകുമ്പോൾ ഒരു നല്ല വീട് കാണുമ്പോൾ ഈ വീടായാലോ, ആ വീടായാലോ, ഏതെങ്കിലും വീട്ടിൽ കയറി ചെന്നാൽ അവിടെ നോക്കി, അങ്ങോട്ടൊന്ന് നോക്കി, ഇങ്ങോട്ടൊന്ന് നോക്കി, ആ വാതിലിന്റെ പിടിയൊന്ന് പിടിച്ചു നോക്കി, എല്ലാം ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ. എന്താണ്? എല്ലാം ശരിയാകണം, ഉഷാറാകണം. അങ്ങനെ അവസാനം ആലോചിച്ച് ഏറ്റവും നല്ല ഒന്ന് സെലക്ട് ചെയ്യണം. പെണ്ണ് കെട്ടാത്ത മനുഷ്യന്മാര് ഏതൊരു പെണ്ണ് പോകുമ്പോഴും അത് പറ്റുമോ?
എന്ന് ഏതൊരു പെൺകുട്ടിയും ആലോചിക്കുകയാണ്. ആ ചെക്കൻ കല്യാണം കഴിച്ചിട്ടുണ്ടാവുമോ, നല്ല ചൊങ്കനാണല്ലോ എന്നിങ്ങനെ ആലോചിക്കുന്നു. ഇതൊക്കെ ദുനിയാവിന് വേണ്ടിയുള്ള ആലോചനകളാണ്. എന്നാൽ കുറച്ച് ദിവസമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോട്ടുവായിടണം, നമുക്ക് ഉറങ്ങണം, മയങ്ങണം, കക്കൂസ് പോകണം, മൂത്രിക്കണം, ഭക്ഷണം കഴിക്കണം, ജോലി ചെയ്യണം. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ക്ഷീണിച്ച്, കുറച്ച് കഴിയുമ്പോൾ തന്നെ ക്ഷീണിച്ച് തലവേദനയും ഒന്നൊക്കെ വരുന്നുണ്ടല്ലോ. എന്നാൽ ഇതൊക്കെ ആണെങ്കിൽ പോലും ഇതിനു വേണ്ടിയാണ് മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും ചെലവഴിക്കുന്നതും ചിന്തിക്കുന്നതും. എന്നാൽ ഇങ്ങനെ തലവേദനകളൊന്നുമില്ലാത്ത, മുറുമുറുപ്പില്ലാത്ത, പിറുപിറുപ്പില്ലാത്ത, കുറ്റപ്പെടുത്തലില്ലാത്ത, പഴിയില്ലാത്ത, ശപിക്കലില്ലാത്ത, ആർക്കും ആരെയും വേണ്ടാത്തതില്ലാത്ത, വിയർപ്പില്ലാത്ത, കണ്ണിന് കാഴ്ച കുറയുന്നില്ലാത്ത, ചെവി കേൾക്കുന്നത് കുറയുന്നില്ലാത്ത, ഇങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഈ ബ്ലോക്കും സിഗ്നലുകളും ഒന്നുമില്ലാത്ത, ട്രാഫിക് ജാം ഒന്നുമില്ലാത്ത ഒരു മഹാസ്വർഗം. ആ സ്വർഗത്തിലേക്കുള്ളൊരു യാത്രയാണ് മരണം. ആ സ്വർഗത്തിലേക്കുള്ളൊരു തടസ്സമാണ് മരണത്തിലൂടെ സംഭവിക്കുന്നത്. എന്താ? സ്വർഗം കിട്ടാനുള്ള പണി ഇല്ലാതാകുകയാണ് മരിച്ചാൽ പിന്നെ നിസ്കരിക്കാൻ പറ്റൂല, സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല, നോമ്പ് കൊടുക്കാൻ പറ്റില്ല, ഹജ്ജ് ചെയ്യാൻ പറ്റില്ല, ആരാധനകളൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ ആ ഒരു സിഗ്നലിൽ നമ്മൾ നിൽക്കണമല്ലോ. അവിടുത്തെ ഒരു ദിവസം ഇവിടുത്തെ 50,000 കൊല്ലമാണ് എങ്കിൽ കോടി കൊല്ലങ്ങളോളം അവസാനിക്കാത്ത ആ സ്വർഗത്തിന് വേണ്ടി കുറച്ച് ആലോചിച്ചാൽ മതിയോ? ഇല്ല.